മൂവാറ്റുപുഴ കച്ചേരി താഴത്ത് MC റോഡിലെ ഗർത്തത്തിൽ സ്കൂൾ ബസ് അപകടത്തിൽപ്പെട്ടു. ബസിന്റെ മുൻഭാഗത്തെ ടയറിന്റെ പകുതിയോളം വൻ കുഴിയിൽ താഴ്ന്നു. കുട്ടികളെ മറ്റൊരു വാഹനത്തിൽ സ്കൂളിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ലാൽ കൃഷ്ണൻ ഇപ്പോൾ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ലാലിയും മൂവാറ്റുപുഴ നഗരത്തിലെ റോഡ് അത് നവീകരിക്കുകയാണല്ലോ, അവിടെയാണോ ഈ വലിയ ഗർത്തമുണ്ടായത്? എന്തൊക്കെയാണ് വിവരങ്ങൾ ലാൽ? ഉന്മേഷ് പറഞ്ഞ പോലെ MC റോഡിൻ്റെ നവീകരണം കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മൂവാറ്റുപുഴ നഗരസഭയുടെ ഭംഗി കൂട്ടുന്നതായിട്ട് ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇന്ന് രാവിലെ 8:30 ഈ അപകടമുണ്ടായത്. മൂവാറ്റുപുഴ നഗരമധ്യത്തിൽ കച്ചേരി താഴത്താണ് ഈ റോട്ടിലൂടെ പോകുന്നതിനിടയിൽ വലിയൊരു കുഴിയിലേക്ക് വാഹനം വീണത്. സത്യത്തിൽ അവിടെ ഒരു കുഴി ഉണ്ടായിരുന്നല്ല, റോഡ് പൊളിച്ച് നീക്കിയതിന് ശേഷം അതിനെ വീതി കൂട്ടുന്നതും ഉയരം കൂട്ടുന്നതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ അവിടെ ഈ ചരലുകൾ ഇറക്കിയിരിക്കുകയാണ്. ഈ വാഹനം പോകുന്ന സമയത്ത് പെട്ടെന്ന് അവിടെ ഒരു കുഴിയിലേക്ക് ഉണ്ടാവുക, ആ കുഴിയിലേക്ക് വാഹനത്തിൻ്റെ മുന്നിലെ ചക്രങ്ങൾ താഴുകയായിരുന്നു. സ്കൂൾ ബസ്സിൻ്റെ ഏകദേശം ചക്രത്തിൻ്റെ 1/4 ഭാഗത്തോളം അവിടേക്ക് താഴ്ന്നു. വണ്ടിയുടെ ഫ്രണ്ടിലെ ആക്സിൽ അടക്കം ഒടിഞ്ഞു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. കുട്ടികളായിട്ട് പോകുന്നതിനിടയിലാണ്, വിമലഗിരി സ്കൂളിൽ കുട്ടികളായിട്ട് പോകുന്നതിനിടയിലാണ് ഈ അപകടം ഉണ്ടായത്. കുട്ടികൾ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു, വലിയ അപകടങ്ങളൊന്നും ഉണ്ടാകാതെ തന്നെ രക്ഷപ്പെട്ടു. മറ്റൊരു വാഹനത്തിൽ കുട്ടികൾ സ്കൂളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം, ഏകദേശം 2 കൊല്ലങ്ങൾക്ക് മുമ്പ് സമാനമായ വലിയൊരു ഗർത്തമുണ്ടാവുകയും അവിടെ വാഹനങ്ങൾ വീഴുകയും ഒരുപാട് അപകടങ്ങൾ ഉണ്ടാവുകയും ചെയ്ത ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഇതേ അപകടം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നാട്ടുകാരുടെ വലിയ പ്രതിഷേധമുണ്ട്. മാത്രമല്ല 2-2.5 കൊല്ലമായി അവിടെ ഈ റോഡിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നു. അതുകൊണ്ട് കച്ചവട സ്ഥാപനങ്ങൾക്കോ യാത്രക്കാർക്കോ സ്വസ്ഥമായി അവിടെ ഇരിക്കാനോ നടക്കാനോ പോകാനോ കഴിയാത്തൊരു സ്ഥിതി മൂവാറ്റുപുഴ നഗരത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതിനിടയിലാണ് ഇത്തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ്. ലാൽ കൃഷ്ണനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.